വണക്കം. നിങ്ങൾ ഈ ആടുജീവിതം സിനിമ കണ്ടിട്ടുണ്ടല്ലോ. ഈ ആടുജീവിതം സിനിമയ്ക്കകത്ത് നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ കുടിയേറ്റ തൊഴിലാളിയായി GCC രാജ്യത്ത് എത്തുകയാണ്. GCC രാജ്യത്ത് എത്തിയ ഈ കുടിയേറ്റ തൊഴിലാളി അവിടെ അനുഭവിക്കുന്ന അതിഭീകരമായിട്ടുള്ള ക്രൂരതകളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ പോർട്രേ ചെയ്ത് കാണിക്കുന്നത്. എന്നാൽ ആ സിനിമ അഡ്രസ്സ് ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് വേറൊരു രാജ്യത്ത് ചെന്നപ്പോൾ, പ്രത്യേകിച്ച് GCC രാജ്യത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക നിയമമുള്ള ഒരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ ഈ നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ക്രൂരതകൾ നേരിടേണ്ടി വന്നത്? അതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളതിലേക്ക് ആ സിനിമ പോകുന്നില്ല. ആ സിനിമ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുകൂടെ ചേർത്ത് ഈ സിനിമ പുറത്തിറക്കാനായിട്ട് ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ സിനിമയെന്നല്ല ആ നോവലേ ചിലപ്പോൾ ജനിക്കില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ റൂട്ട് കോസാണ് മതം. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? ഈ കുടിയേറ്റ തൊഴിലാളികളായിട്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്ക് ചെല്ലുന്ന ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വളരെ വലിയ ക്രൂരതകളും പീഡനങ്ങളുടെയൊക്കെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ക്രൂരതകളും പീഡനങ്ങളും എല്ലാം നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്നാൽ ഇനി സൗദി അറേബ്യയിൽ അത്തരത്തിലൊരു നിയമം ഉണ്ടാകില്ല. ആ നിയമം സൗദിയിൽ നിന്നെടുത്ത് തോട്ടിലോട്ട് കളയാൻ പോവുകയാണ് സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ രാജകുമാരനായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജകുമാരൻ. യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദി അറേബ്യയ്ക്ക് പുതിയൊരു രാജകുമാരൻ ഉണ്ടായപ്പോൾ വളരെയധികം പുരോഗമനപരമായിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ പുരോഗമനം എന്നൊക്കെ പറയുമ്പം നമ്മുടെ അത്രയും പുരോഗമനമൊന്നും പ്രതീക്ഷിച്ച് കളയില്ല കേട്ടോ. ഉദാഹരണത്തിന് അവിടെ മുഖം മൊത്തം മൂടി നടക്കുന്ന സ്ത്രീകൾക്ക് ഇനി കണ്ണ് മാത്രം കാണിക്കാം എന്നുള്ള രീതിയിൽ അതും ഒരു പുരോഗമനമാണല്ലോ. അങ്ങനെ ഒരു പുരോഗമനത്തിലേക്ക് അവരെത്തുന്നു എന്നുള്ളത് നമുക്ക് അഡ്രസ്സ് ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ US-ൻ്റെ മാധ്യമമായിട്ടുള്ള പൊളിറ്റിക്കോ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മുഹമ്മദ് ബിൻ സൽമാനെ തട്ടിക്കളയാൻ പോലും പല ഇസ്ലാമിക രാജ്യങ്ങളും കോപ്പുകൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ ഭയമുണ്ട് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. എന്തായാലും ഈ പുരോഗമനവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് ഗസ ഇസ്രായേൽ വിഷയം, ഈ ഗസ ഫലസ്തീൻ വിഷയം വരുമ്പോൾ ഈ സൗദി അറേബ്യയ്ക്കകത്ത് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന പേരുച്ചരിക്കാൻ പോലും അവിടെയുള്ള ആൾക്കാർക്കോ കുടിയേറ്റ തൊഴിലാളികൾക്കോ അവിടേക്ക് വരുന്ന വിസിറ്റേഴ്സിനോ ടൂറിസ്റ്റുകൾക്കോ അവകാശമില്ല. അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അടിച്ച് വിളയക്കളയും മുഹമ്മദ് ബിൻ സൽമാൻ എന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരെല്ലാം അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഡീപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സൽമാൻ വന്നു കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ പുരോഗമനാത്മകമായിട്ട് നമ്മൾ ചിന്തിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം കുറച്ചുകൂടെ പുരോഗമനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ സമൂഹത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിൽ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു എന്നുള്ളതാണ് നമുക്ക് പല മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ അവിടെ ചരിത്രപരമായിട്ടുള്ളൊരു തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുകയാണ്. എന്താണ് ആ ചരിത്രപരമായിട്ടുള്ള തീരുമാനം? 50 വർഷം പഴക്കമുള്ള ഒരു നിയമം, ആ നിയമമെടുത്ത് സൗദി അറേബ്യയിലെ ഇപ്പോഴുള്ള രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ തൊട്ടിലൊഴുക്കി കളയാനായി പറഞ്ഞിരിക്കുകയാണ്. ആ നിയമത്തിൻ്റെ പേരാണ് കഫാല നിയമം. ഈ കഫാല നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കഫാല നിയമം ഒരിക്കലും ഒരു പുരോഗമന സമൂഹത്തിന് ചേരുന്നതല്ല എന്ന് മുഹമ്മദ് ബിൻ സൽമാൻ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ കഫാല നിയമം അദ്ദേഹം റദ്ദാക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും 2.5 ദശലക്ഷം ഇന്ത്യക്കാർക്ക് ഇത് വലിയ ഗുണം ചെയ്യും സൗദിയിലുള്ള എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോരാത്തതിന് 1.3 കോടി കുടിയേറ്റക്കാരാണ് സൗദി അറേബ്യയിലുള്ളത്. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ കുടിയേറ്റ തൊഴിലാളികൾ. ഇത്രയും കുടിയേറ്റ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇനി എന്താണ് ഈ കഫാല നിയമം? ഇതൊരു കൊടൂരമായിട്ടുള്ളൊരു നിയമമാണ്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് പോവുകയാണ്. അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളൊരു തൊഴിലാളിയായിട്ടാണ് പോകുന്നതെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ഉടമ കാണുമല്ലോ. ഉടമയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോസ്. ആ ബോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള തൊഴിലുടമയായിട്ടല്ല, മറിച്ച് ആ ബോസിൻ്റെ അടിമയായിട്ടാണ് നിങ്ങളെ അങ്ങോട്ടേക്ക് എടുക്കുന്നത്. അങ്ങോട്ടേക്ക് ആ ബോസിൻ്റെ അടിമയായിട്ട് എടുക്കുന്ന ആ ഒരു സാഹചര്യത്തിനെ ഇവർ ഫ്രീക്ക് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് എന്നൊക്കെ വിളിക്കും. പക്ഷേ ഇതിനെ വെസ്റ്റ്, അതായത് നമ്മുടെ യൂറോപ്യൻ കൺട്രീസ് ഇതിനെ പറയുന്നത് ആധുനിക അടിമത്തം എന്നാണ്. ഈ കഫാല = സ്പോൺസർഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ കഫാല നിയമത്തിൻ്റെ കുറച്ച് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950-ൽ സൗദി അറേബ്യയിൽ അടക്കമുള്ള GCC രാജ്യങ്ങളിൽ എണ്ണ ശേഖരം കണ്ടെത്തിയപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ കഫാല നിയമം എന്ന് പറയുന്നത്. വിദേശ തൊഴിലാളികൾ അങ്ങോട്ടേക്ക് ഒരുപാട് ഒഴുകിയെത്തുന്നു എന്നുള്ളത് കണ്ട് ഈ വിദേശ തൊഴിലാളികളെ നിയന്ത്രിക്കാനാണ് ഈ കഫാല നിയമം 1950-ൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പോരാത്തതിന് ഒരു കുടിയേറ്റ തൊഴിലാളി
അയാളുടെ ഉടമയുടെയോ അല്ലെങ്കിൽ തൊഴിലുടമയുടെയോ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ളതാണ് ഈ കഫാല നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളെ നിയന്ത്രിക്കുന്ന, അതായത് നിങ്ങൾ സൗദി അറേബ്യയിൽ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തൊഴിലുടമ കാണും. ആ തൊഴിലുടമയെ പറയുന്ന പേരാണ് കാഫിൽ. ആ കാഫിൽ എന്ന് പറയുന്ന ആ തൊഴിലുടമയുടെ നിയന്ത്രണത്തിലായിരിക്കും നിങ്ങൾക്കൊന്ന് തുപ്പണമെങ്കിലോ തുമ്മണമെങ്കിലോ പോലും ഈ കാഫിൽ വിചാരിക്കണം എന്നുള്ളത് വേറൊരു കാര്യം. ഈ കാഫിലിന് നിങ്ങളെ അടിക്കാം, ഇടിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. അവിടെ ഒരാളും ചോദിക്കാൻ വരില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതാണ് ഈ നിയമത്തിൻ്റെ ഒരു ദൂഷ്യവശം എന്ന് പറയുന്നത്. ദൂഷ്യവശങ്ങളേ ഉള്ളൂ, നല്ല വശങ്ങളൊന്നുമില്ല ആസ് ആൻ ഇന്ത്യൻ നമുക്ക് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ആ നിയമം എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ കാഫിൽ എന്ന് പറയുന്ന ഈ തൊഴിലുടമ, അതായത് നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ യജമാനന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ കാഫിലിൻ്റെ അവകാശങ്ങൾ? ഈ കാഫിലിൻ്റെ അവകാശങ്ങൾ ഒന്നാമത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിസ തരണമോ വേണ്ടയോ എന്ന് നിങ്ങളുടെ കാഫിൽ തീരുമാനിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ജോലിയിൽ നിന്ന് മാറണമോ, അതായത് നിങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ ഇന്ത്യനാണ്, ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ല. നിങ്ങൾക്ക് ജോലി മാറണമോ മാറണ്ടയോ എന്നുള്ളതും ഈ കാഫിൽ തീരുമാനിക്കും. കാഫിൽ ജോലി മാറണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മാറാൻ സാധിക്കില്ല. കാഫിൽ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി മാറാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാഫിലിൻ്റെ അടുത്ത അവകാശം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം വിടാനുള്ള അധികാരമുണ്ടോ? അധികാരമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളൊരു എംപ്ലോയി ആയിട്ടാണ് സൗദി അറേബ്യക്കകത്ത് പ്രവേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉടമ കനിയണം. ആ ഉടമ കനിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് രാജ്യം വിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഉടമ കനിയാതെ നിങ്ങൾക്ക് യാതൊരുവിധ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വീട്ടിൽ വരണമെങ്കിലോ നിങ്ങൾക്ക് വെക്കേഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെഷർ ഡേ എടുക്കണമെങ്കിൽ പോലും നിങ്ങളുടെ ഉടമ കനിയണം. കാരണം ആ ഉടമയുടെ അടിമയായിട്ടാണ് ആ ഉടമ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം വിടാനും സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പാസ്പോർട്ട് ആ ഉടമയ്ക്ക് സറണ്ടർ ചെയ്യണം എന്നുള്ളത് വേറൊരു കാര്യം. സറണ്ടർ ചെയ്യണമെന്ന് പറയുമ്പോൾ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കാനുള്ള അധികാരം പോലും ഈ കാഫിലിനുണ്ട് എന്നുള്ളത് ആ കാഫിലിൻ്റെ മറ്റൊരു അവകാശങ്ങളിൽപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നിയമപരമായി തൊഴിലാളികൾ എന്ന് പറയുന്നത് കാഫിലിൻ്റെ അടിമകളായിട്ടാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. പോരാത്തതിന് ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് ഈ ഒരു നിയമത്തിൽ അവിടെ വളരെ കാലമായിട്ട് ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കാഫിൽ എന്ന് പറയുന്നവൻ തലതിരിഞ്ഞൊരുത്തനാണെങ്കിലോ ഒരു വേട്ടാവളയനാണെങ്കിലോ അടി, ഇടി, ചവിട്ട്, കുത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങൾ, പിന്നെ നല്ല രീതിയിലുള്ള നല്ല സ്വതസിദ്ധമായിട്ടുള്ള അറബി തെറികൾ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കേണ്ടി വരും. പോരാത്തതിന് നിങ്ങളെ മർദ്ദിച്ചാലോ പിടിച്ചാലോ ഒന്നും നിങ്ങൾക്കവിടെ യാതൊരുവിധ അവകാശങ്ങളുമില്ല എന്ന് മനസ്സിലാക്കുക. ഈ കാഫിലിനാണ് കൂടുതൽ അവകാശങ്ങൾ അവിടെ വരിക. അങ്ങനെയുള്ളൊരു കേസാണ് കർണാടക നേഴ്സിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ 2017 ഈ കർണാടക നേഴ്സിംഗ് കേസ് വരുന്നത്. അതായത് കർണാടകയിൽ നിന്ന് ഒരു യുവതിയെ മികച്ച ശമ്പളം വാഗ്ദാനം ചെയ്ത് സൗദി അറേബ്യയിൽ ജോലിക്കായിട്ട് കൊണ്ടുപോയി. സൗദി അറേബ്യയിൽ ഈ യുവതി എത്തിയതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഈ യുവതിയെപ്പറ്റി പിന്നെ യാതൊരു വിവരങ്ങളുമില്ല. അന്വേഷിച്ചപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ഈ യുവതിയുടെ പാസ്പോർട്ട് ഈ യുവതിയെ കൊണ്ടുപോയ ആൾ ആ ഉടമ പിടിച്ചു വാങ്ങിച്ച് വച്ചിരിക്കുകയാണ്. പോരാത്തതിന് ഇവർക്ക് വേണ്ടത്ര ശമ്പളം കൊടുക്കുന്നില്ല. അതായത് ഇവിടെ നിന്ന് പറഞ്ഞ ശമ്പളം കൊടുക്കുന്നില്ല. ഇവരെ അടിമപ്പണി ചെയ്യിക്കുന്നു, ഇവരെ മർദ്ദിക്കുന്നു, ഇവർക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോലും അയാൾ സമയം കൊടുക്കുന്നില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇവർക്ക് ഭക്ഷണം പോലും നേരെ പോയി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ കർണാടക നേഴ്സിൻ്റെ കേസ് എന്ന് പറയുന്നത്. 2017 നടന്ന കേസാണ്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കേസാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇതൊന്നും പറയില്ല. കാരണം ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് GCC രാജ്യങ്ങളിൽ ഫ്രീ ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെയുള്ള മാപ്പറകളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരിതൊന്നും പറയില്ല എന്നുള്ളതാണ്. കേരളത്തിൽ കിടന്ന അവകാശങ്ങൾക്ക് വേണ്ടി ഘോരം ബാധിക്കും. പക്ഷേ നമ്മളൊരു ഇന്ത്യക്കാരൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ സമയത്ത് സുഷമ സ്വരാജ് ആയിരുന്നു നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറയുന്നത്. സുഷമ സ്വരാജ് ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ നേഴ്സിനെ മോചിപ്പിച്ചുകൊണ്ട് തിരിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ഈ കർണാടക നേഴ്സിംഗ് കേസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസായി മാറിയത്. ഇനി അതുമാത്രമല്ല, വേറൊരു കേസുണ്ട്. ഈ കർണാടക നേഴ്സിംഗ് കേസ് പോലെയാണ് മഹാവീർ യാദവിൻ്റെ കേസ് എന്ന് പറയുന്നത്. അത് BJP സർക്കാരിൻ്റെ കാലത്തല്ല, 2010 കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് നടന്നത്. അന്ന് ഇന്ത്യക്കാരെ എവിടെ കിടന്ന് ചത്താലും പുഴുവരിച്ചാലും ഇവിടെയുള്ള സർക്കാരിന് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇന്ത്യൻ പട്ടാളക്കാരുടെ തല പാകിസ്ഥാൻകാർ കശ്മീരിനകത്ത് കയറി വെട്ടി അപ്പുറത്തോട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും ഒരു ചെറു ഇല പോലും അല്ലെങ്കിൽ ഒരു ചെറു വിരൽ പോലും അനക്കാത്തൊരു സർക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അപ്പുറത്ത് കിടന്ന് നരകിക്കുന്ന അല്ലെങ്കിൽ ഈ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ കിടന്ന് നരകിക്കുന്ന ആൾക്കാർക്ക്, അവിടെയുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക്, അങ്ങോട്ട് തൊഴിലിനായി പോയ ഇന്ത്യക്കാർക്ക്
പുല്ലുവിലയായിരുന്നു നമ്മുടെ കോൺഗ്രസ് സർക്കാർ കൽപ്പിച്ചിരുന്നത്. ആ അവന്മാരാണ് ഇപ്പോൾ കിടന്ന് വലിയ രീതിയിൽ മനുഷ്യാവകാശം പറയണത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ 2010 ഈ മഹാവീർ യാദവിൻ്റെ കേസ് എന്ന് പറയുന്നത്, ഈ മഹാവീർ യാദവിനെയും ഇതുപോലെ ചിത്രകാരനായിരുന്നു ഇയാൾ, ഇതുപോലെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി അയാളുടെ പാസ്പോർട്ട് അയാളുടെ തൊഴിലുടമ കണ്ടുകെട്ടി. പാസ്പോർട്ട് അയാളുടെ തൊഴിലുടമ കണ്ടുകെട്ടിയ ശേഷം ശമ്പളം നിർത്തിവെച്ചു. മനുഷ്യത്വരഹിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അമിതമായി ഇയാളെ ജോലി ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. 6 വർഷത്തെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങളിലൂടെയാണ് ഇയാൾ കടന്നുപോയത്. ആരും അവിടെ ചോദിക്കാൻ വന്നില്ല. ഇന്ത്യൻ ഗവൺമെൻറ് അയാളെ തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ 2016 അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതോടുകൂടി ആ കേസ് ക്ലോസായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു നിയമമാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നും മുഹമ്മദ് ബിൻ സൽമാൻ എടുത്തു കളയാനായിട്ട് പോകുന്നത്. ഏകദേശം അത് എടുത്തു കളയാനുള്ള നിയമമൊക്കെ ആയി എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കാര്യമെന്ന് പറയുന്നത്, സൗദി അറേബ്യയിൽ നിന്ന് ഈ നിയമം എടുത്തു കളയുമ്പോൾ എന്തൊക്കെയാണ് അവിടെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കും മറ്റു കുടിയേറ്റക്കാർക്കും ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഒരു പുതിയ ക്രമീകരണം പ്രകാരം സൗദി അറേബ്യയിൽ കാഫിലുകളല്ല നിങ്ങളെ അകത്തേക്ക് കയറ്റുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാഫിലിന് പകരം നിങ്ങളെ കോൺട്രാക്റ്റ് ബേസിലായിരിക്കും എടുക്കുന്നത് ആ രാജ്യത്ത് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന അവിടെ നിയമം എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് ബേസിൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട അവകാശങ്ങളെല്ലാം തന്നെ ആ രാജ്യത്ത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് മറ്റൊരു കാര്യം. അവകാശങ്ങളെന്ന് പറയുമ്പോൾ തൊഴിലുടമയുടെ, അതായത് സ്പോൺസറുടെ അനുമതി ഇല്ലാതെ തന്നെ രാജ്യം വിടാനും ജോലി മാറാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും രാജ്യം വിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുമെന്നുള്ളത് രണ്ടാമത്തെ പ്ലസ് പോയിൻ്റാണ്. എന്തെങ്കിലും അനീതി സംഭവിച്ചാൽ നേരിട്ട് ലേബർ കോടതിയിൽ പോയി എന്ത് ചെയ്യാൻ സാധിക്കും? പരാതിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മതനിയമം ഇനി അവിടെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള വലിയൊരു ഉത്തരവാണ് അവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഈ തീരുമാനം എന്തുകൊണ്ടാണ് സൗദി അറേബ്യ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊന്നും ജീവിച്ചു പോയാൽ ശരിയാവില്ലെന്ന് സൗദി അറേബ്യയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഈ ഡിജിറ്റൽ യുഗമാണിപ്പോൾ. ഈ വികസനം വരുന്തോറും നമുക്കെന്ത് സംഭവിക്കും? നമ്മുടെ ബുദ്ധിയും വികസിക്കും, നമ്മുടെ അറിവ് കൂടും, ലോക പരിജ്ഞാനം നമുക്ക് കൂടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ഡിജിറ്റൽ ഫീൽഡും ഈ ഡിജിറ്റൽ മീഡിയയും എന്തിനു പറയുന്നു, AI ഒക്കെ ഉള്ള ഒരു യുഗമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ ശേഷം നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ ഈ ഡിജിറ്റൽ ഇന്ത്യ ദരിദ്രരെ തുടച്ചു നീക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയും ലോകമാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത്? പോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് ലോകരാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ അറിവും വിവരവും കൂടുകയാണ്. അപ്പോൾ ഉള്ള വാർത്തകൾ അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. ഓരോ രാജ്യത്തും ഉള്ള സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്, ആ രാജ്യത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അന്തർധാരയിലുള്ള പൊളിറ്റിക്സ് എന്തൊക്കെയാണ്, ഈ രാജ്യത്ത് എങ്ങനെ നമുക്ക് കയറിപ്പറ്റാം, ഈ രാജ്യത്ത് പോകാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള വഴി ഏതാണ് എന്നുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മതത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അങ്ങനെ തന്നെ. അതായത് AD യിലും BC യിലും ഒക്കെ ജനിച്ച പല മതങ്ങളും ഡിജിറ്റൽ ഇന്ത്യയും പല ഡിജിറ്റൽ യുഗങ്ങളും പല രാജ്യങ്ങളിൽ വന്നപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പണ്ട് എന്താണോ മതം പറയുന്നത് അതിന് തിരുവായ്ക്ക് മറുവായില്ല. അങ്ങനെയാണ് പല ആൾക്കാരും കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മതത്തിൽ പറയാണ് ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒരു ചെറുകൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അവനെടുത്ത് ഗൂഗിൾ ചെയ്ത് നോക്കും ഭൂമി ഏത് ടൈപ്പിലാണ്, ഏത് ലെവലിലാണ് അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണ് ഭൂമി ഇരിക്കുന്നത് എന്ന് അവൻ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഗൂഗിൾ ചെയ്ത് നോക്കും. അതുകൊണ്ട് തന്നെ ഈ മതം എന്ന് പറയുന്നൊരു സാധനവും പല സ്ഥലങ്ങളിലും വംശനാശ ഭീഷണി നേരിടുകയാണ്. പിന്നെ ഈ ആൾക്കാർ പറയുന്നത് മതം വംശനാശ ഭീഷണി നേരിടുകയല്ലടാ, മതം എന്ന് പറയുന്നത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഏറ്റവും വേഗത്തിൽ പ്രചരിക്കുന്ന സംഭവമാണ് മതം എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞ് രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ മതം പ്രചരിപ്പിക്കുന്നത്? ഭയം. ഈ ഭയം ഉപയോഗിച്ചാണ് പല സ്ഥലങ്ങളിലും മതം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആഫ്രിക്ക പോലെയുള്ള ദരിദ്ര രാജ്യങ്ങളിൽ തോക്കിൻ മുനയിൽ നിർത്തിയാണ് അവിടെയുള്ള ആൾക്കാരെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഇസ്രയേൽ ഗസ സംഘർഷം എന്ന് പറയുന്ന വിഷയമൊക്കെ ഇത്രയധികം നമ്മുടെ രാജ്യത്ത് ലഘൂകരിക്കപ്പെടാനുള്ള സംഭവം എന്താണ്? എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ജംഗ്ഷനിലൊക്കെ ഈ ഗസയിലെ കുട്ടികൾ കൊല്ലുന്ന ചിത്രങ്ങളൊക്കെ വലിയ ഫ്ലക്സ് അടിച്ച് വെച്ചിട്ട് ജൂതന്മാരെ ഒന്നടങ്കം കൊന്നെടുക്കണം, നമ്മളിതാ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഫ്ലക്സൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ വിഷയം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്താണ് സംഭവം? ഹമാസ് ഒരു മിസൈൽ അങ്ങോട്ട് അയച്ചിട്ടാണ് ഇസ്രയേൽ 10 മിസൈൽ ഇങ്ങോട്ട് അയക്കുന്നത്
എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് ഈ ഹമാസിൻ്റെ വർക്കിംഗ് പാറ്റേൺ, എങ്ങനെയാണ് അവർ സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്നത്, അങ്ങനെ സ്ത്രീകളും കുട്ടികളും മരിക്കുമ്പോൾ ഇൻ്റർനാഷണൽ ഫണ്ടുകൾ അവരെങ്ങനെയാണ് ഈ സഹതാപ തരംഗത്തിലൂടെ കളക്ട് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ടുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സൗദി അറേബ്യയിലെ രാജകുമാരനും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം നാണം കെടും എന്നുള്ളത് കൊണ്ട് തന്നെ പോരാത്തതിന് പെട്രോൾ എന്ന് പറയുന്ന സംഭവം ഏകദേശം തീരാറുമായി. ഈ പെട്രോൾ എന്ന് പറയുന്ന സംഭവം തീർന്നില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ലോക രാജ്യങ്ങളിലെല്ലാം തന്നെ പെട്രോൾ കൊണ്ട് ഓടുന്ന വണ്ടികൾ ഇനിയുള്ള കാലങ്ങളിൽ വളരെയധികം ഗണ്യമായി കുറയും. ഈ ഇലക്ട്രിക് വെഹിക്കിൾസും മറ്റു കാര്യങ്ങളുമൊക്കെ വന്നു തുടങ്ങുന്ന സാഹചര്യമാണ് ഇനി അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെടും. അതുകൊണ്ട് കുറച്ചുകൂടെ പുരോഗമനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു. മദ്യശാലകളും തിയേറ്ററുകളും അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ സ്വിം സ്യൂട്ടിൽ സ്ത്രീകളെ ഇറക്കി ഫാഷൻ ഷോ നടത്തി എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇനി അവിടെ നിയോം സിറ്റി എന്ന് പറയുന്ന വലിയൊരു സിറ്റി വരുന്നുണ്ട്. ഈ നിയോം സിറ്റിയെ കേന്ദ്രീകരിച്ചാണ് സൗദി അറേബ്യയിലെ പല സമ്പദ്ഘടനയും ഇനി ചലിക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അൽ നാസർ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് രൂപീകരിച്ച് സൗദി അറേബ്യയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോളറെ നമ്മളൊരു പുരോഗമന സമൂഹമാണെന്ന് കാണിക്കാൻ അവിടെ കൊണ്ട് ചേർത്ത് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നാസർ ക്ലബ്ബിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. സാൽവറോ ഡെ മുണ്ടെ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള പെയിൻറ്റിങ് അത് മേടിച്ചിരിക്കുന്നത് സൗദി അറേബ്യയാണ്. വലിയ എതിർപ്പ് ആ സമയത്ത് പല ഭാഗത്തുനിന്നും ഉണ്ടായി. അപ്പോൾ അവിടെയുള്ള മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നത് ഈ മൊണാലിസയുടെ പെയിൻറ്റിങ് ഫ്രാൻസിലെ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. ഫ്രാൻസിലെ ഈ മ്യൂസിയത്തിൽ ഇരിക്കുന്ന ഈ പെയിൻറ്റിങ്ങിലൂടെ ഈ ഫ്രാൻസ് എത്ര ബില്യൺ ഡോളേഴ്സാണ് ഉണ്ടാക്കുന്നതെന്ന് വല്ല അറിവുമുണ്ടോ നിനക്കൊക്കെ? അതുകൊണ്ട് വായും പൊത്തി മിണ്ടാതിരുന്നോളാം. ഇത് കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വിദേശ സഞ്ചാരികൾ വന്നോട്ടെ, അവരെ ഇങ്ങോട്ടേക്ക് നമ്മൾ ആകർഷിക്കണം എന്നാണ് സൗദി അറേബ്യയിലെ രാജകുമാരനായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നത്. ഇവ ഇടിവെട്ടിപ്പോണേ എന്നാണ് ഇവിടെയുള്ള സുഡാപ്പികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. സൗദി അറേബ്യ പോലും പുരോഗമനവാദത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ പുരോഗമനാത്മ സമൂഹത്തെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. മത പോലീസിനെ പോലും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴാണ് ഇവിടെയുള്ള കുറേ എണ്ണം ഇവിടെ നിന്ന് വണ്ടിയും പിടിച്ച് ഏടിയൊന്നുമല്ല, നേരെ BC-യിലോട്ട് പോകാനാണ് നോക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. നവീന ശിലായുഗത്തിലേക്ക് കടക്കാനാണ് ഇവിടെയുള്ള സുഡാപ്പികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അതിപ്പോൾ സൗദി അറേബ്യയിലെ രാജാവാണെങ്കിൽ പോലും തള്ളക്കി വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിൽ ഉള്ളത്. അപ്പോൾ ഈ കഫാല നിയമം സൗദി അറേബ്യ ഒഴിവാക്കുമ്പോൾ അത് ചരിത്രപരമായിട്ടുള്ളൊരു തീരുമാനമായി പല രാജ്യങ്ങളും വാഴ്ത്തും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. അപ്പോൾ ശരി.